ഇന്ത്യയുടെ പുനരുപയോഗ റോക്കറ്റ്, അതിന്റെ പേര് പുഷ്പക് എന്നാണ്. പുഷ്പകിന്റെ 3ാം ലാൻഡിംഗ് പരീക്ഷണം വിജയകരമെന്നാണ് അറിയാൻ കഴിയുന്നത്. കർണാടക ചിത്രദുർഗയിലെ വ്യോമസേനയുടെ എയറോനോട്ടിക്കൽ ടെസ്റ്റിൽ റേഞ്ചിൽ സുരക്ഷിതമായി അത് ലാൻഡ് ചെയ്തെന്ന് പറയുകയാണ്. അരുൺ പൂപ്പറമ്പ ചേരുന്നു. അരുൺ, എല്ലാം ഓക്കെ ആയില്ലേ? അശ്മി, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ISROയുടെ ഒരു സുപ്രധാനമായിട്ടുള്ള പരീക്ഷണമാണിത്. നമുക്കറിയാം, നമ്മുടെ ഈ ഉപഗ്രഹ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന റോക്കറ്റുകളെല്ലാം അതിൻ്റെ നടപടി, അതായത് ഈ ഭ്രമണപഥത്തിൽ എത്തിയതിനു ശേഷം അത് കത്തിപ്പോവുകയോ അല്ലെങ്കിൽ പുനരുപയോഗിക്കാൻ കഴിയാത്ത വിധത്തിൽ മാറുകയാണോ എപ്പോഴും സംഭവിക്കാറ്. എന്നാൽ അതിൻ്റെ നിർമ്മാണ ചെലവ് എന്ന് പറയുന്നത് 200 കോടിയിലധികം രൂപയാണ്. നിർമ്മിക്കുന്ന കാലയളവ് എന്ന് പറയുന്നത് 7 മാസത്തിലധികം അതിന് കാലയളവും ആവശ്യമാണ്. ആ ഘട്ടത്തിലാണ് ISRO ഇത്തരം റോക്കറ്റുകൾ പുനരുപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ വികസിപ്പിച്ചെടുക്കാനുള്ള ആലോചനയിലേക്ക് ISRO കടന്നത്. അങ്ങനെയാണ് ഈ RLV, അത് ISRO പേരിട്ട് വിളിക്കുന്നത് പുഷ്പക് എന്നാണ്, ഇത്തരത്തിലുള്ള റോക്കറ്റുകൾ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. അതിൻ്റെ 3 ലാൻഡിംഗ് പരീക്ഷണങ്ങളും വിജയിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലെ 3ാമത്തെ ലാൻഡിംഗ് പരീക്ഷണമായിരുന്നു കർണാടകയിലെ ചിത്രദുർഗയിലെ വ്യോമസേനയുടെ എറോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിൽ ഇന്ന് രാവിലെ 7:10 നടന്നത്. അത് ലാൻഡിംഗ് വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് റൺവേയിൽ നിന്നും 4.5 കിലോമീറ്റർ ഉയരത്തിലാണ് വ്യോമസേനയുടെ ഹെലികോപ്റ്ററിന്റെ സഹായത്തോടെ അവിടെ എത്തിച്ച് പിന്നീട് തിരിച്ചിറക്കി ലാൻഡിംഗ് വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അത് വലിയ നേട്ടമാണ്. ഇനി അവശേഷിക്കുന്നത് ഇതേ റോക്കറ്റ് ഭ്രമണപഥത്തിൽ ഉയർത്തി എത്തിച്ച് അതിനുശേഷം തിരിച്ചിറക്കുന്ന ഒരു പരീക്ഷണം കൂടി അവശേഷിക്കുന്നുണ്ട്. അതുകൂടി വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. പുനരുപയോഗിക്കാൻ കഴിയുന്ന, പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന റോക്കറ്റുകൾ ഇന്ത്യക്ക് കൂടുതൽ വികസിപ്പിച്ചെടുക്കാൻ കഴിയും. ലോകരാജ്യങ്ങളിൽ തന്നെ അപൂർവം ചില രാജ്യങ്ങൾ മാത്രമാണ് ഇത്തരം റോക്കറ്റുകൾ ഉപയോഗിക്കുന്നത്. ആ പട്ടികയിലേക്ക് ഈ ഭ്രമണപഥത്തിലേക്കുള്ള ഈ പരീക്ഷണം കൂടി വിജയിച്ചാൽ ഇന്ത്യ കൂടി ആ പട്ടികയിലേക്ക് വരികയും ചെയ്യും. ഹാഷ്മി.